തൃശൂർ ഇരിങ്ങാലക്കുടയിൽ യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. മുരിയാട് സ്വദേശിനിയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. വാഹനത്തിന്റെ വേഗം കുറഞ്ഞ സമയത്ത് യുവതി കാറിൽ നിന്ന് ചാടി രക്ഷപ്പെടുകയായിരുന്നു. പ്രതി പിടിയിലായിട്ടുണ്ട്. YS അഭിനന്ദ് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അഭിനന്ദ്, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ രക്ഷപ്പെട്ട സ്ത്രീ പറയുന്നത്? പോലീസ് നൽകുന്ന വിവരം എന്താണ് അഭിനന്ദ്? റിജിത്ത്, ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായത്. ഒല്ലൂർ സ്വദേശി ചാക്കോ ജെ ആലപ്പാട്ട് എന്ന ആളാണ് ഇപ്പോൾ ഇരിങ്ങാലക്കുട പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് മുരിയാട് സ്വദേശിയായ യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോകാൻ ഇയാൾ ശ്രമിച്ചത്. റോഡിന്റെ വശത്തുകൂടി നടന്നു പോവുകയായിരുന്ന ഈ യുവതിയാണ് ഇയാൾ കാറിൽ വന്ന് കയ്യിൽ പിടിച്ച് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. ഒരു കൈ ഉപയോഗിച്ച് വാഹനം ഓടിക്കുകയും മറു കൈ ഉപയോഗിച്ച് ബലമായി ഈ യുവതിയെ ബലം പ്രയോഗിച്ച് പിടിക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ ഈ വാഹനത്തിന്റെ വേഗത ഒന്ന് കുറഞ്ഞപ്പോഴാണ് യുവതി സാഹസികമായി ചാടി രക്ഷപ്പെട്ടത്. ഏതാണ്ട് 50 കിലോമീറ്റർ പിന്തുടർന്നാണ് പോലീസ് പിടികൂടിയത്. ഈ ചാടി രക്ഷപ്പെട്ട ഉടൻ തന്നെ ഈ യുവതി ഇരിങ്ങാലക്കുട പോലീസ് വിവരമറിയിച്ചു. പോലീസ് ആദ്യം ഒരു സംശയത്തോടു കൂടിയാണ് ഇത് നോക്കിക്കണ്ടത്. പിന്നീട് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് വ്യക്തമായത്. അങ്ങനെ 50 കിലോമീറ്റർ പിന്തുടർന്ന് പോലീസ് പിടികൂടിയത് എറണാകുളം ചെങ്ങമനാട് നിന്നാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ഇലക്ട്രിക് കാർ ഉൾപ്പെടെ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആലപ്പാട്ട് സ്വദേശിയായിട്ടുള്ള ഒല്ലൂർ സ്വദേശിയായിട്ടുള്ള ചാക്കോ ജെ ആലപ്പാട്ട് ഇരിങ്ങാലക്കുട പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. യുവതി പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് യുവതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അവരിതിങ്ങനെ പട്ടാപ്പകലൊരു യുവതിയെ കാറിൽ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം, ആ യുവതി രക്ഷപ്പെട്ടെങ്കിലും എന്താണ് ഇവർ തമ്മിലുള്ള തർക്കം? എന്താണ് ഈ പ്രതി പിടിയിലായിട്ടുണ്ടല്ലോ, എന്താണ് അയാളിൽ നിന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നത്? റീജിത, CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴായിരുന്നു ഈ ചാക്കോ ജെ ആലപ്പാട്ട് പിടിയിലായത്. പക്ഷേ ഇവർ തമ്മിൽ നേരത്തെ സൗഹൃദം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് വ്യക്തത വന്നിട്ട് ഇവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവർ രണ്ടുപേരുടെയും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും കൃത്യമായ ഒരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുക. പക്ഷെ ഇപ്പോഴും ഇവർ നേരത്തെ ഏതെങ്കിലും തരത്തിൽ സുഹൃത്തുക്കളായിരുന്നു, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പിന്നീടായിരിക്കും അറിയാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പട്ടാപ്പകലാണ് ഇത്തരത്തിലേക്ക് യുവതിയെ നടു റോഡിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, YS അഭിനന്ദ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.